തേങ്ങാപ്പാലിൽ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് എടുത്താലോ. എണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, വലിയ ഉള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പീസും തക്കാളി, മല്ലിയില, പുതിന ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ബോൺലെസ് പീസുകൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ, ഇറച്ചിയിട്ട ശേഷം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ആയ ശേഷം മാത്രം ഇറച്ചി ഇട്ട് കൊടുത്താൽ മതി. ശേഷം ഞാനിതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ്, ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പോൾ അരി അളന്ന് വെച്ചതിൻ്റെ ഇരട്ടി വേണം. പക്ഷേ ഞാനിവിടെ ഒരു പാത്രം വെള്ളം, ഒരു പാത്രം തേങ്ങാപ്പാലും ആണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ 20 മിനിറ്റ് കുതിർത്തി അരി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം മാറ്റിയ ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള റൈസ് ഇവിടെ റെഡി. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയില ചോപ്പ് ചെയ്തതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചിക്കൻ്റെ കറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ആക്കുക.